യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുവൻ. യഹോവയുടെ മുഖം ഇടവിടാതെ അന്വേഷിപ്പൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ മുൻപിൽ കഴിഞ്ഞൊരു 5 വർഷമായി നിങ്ങൾ കാത്തിരിക്കുകയാണോ? ദൈവത്തിൻ്റെ മുൻപിൽ കഴിഞ്ഞൊരു 10 വർഷമായി നിങ്ങൾ കാത്തിരിക്കുകയാണോ? 10 വർഷമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ? നിങ്ങൾ ഇന്ന് പകൽക്കാലം അറിയണം, നിങ്ങൾ പറയണം, ദൈവമേ, അവിടുന്ന് കരുണ നിറഞ്ഞ, കൃപ നിറഞ്ഞ, ദീർഘക്ഷമയും മഹാദയമുള്ള മനസ്സിലുമുള്ള പിതാവാണ്. അങ്ങയുടെ സിംഹാസനത്തിന് മുൻപിൽ മുട്ടുകുത്തുവാൻ, അങ്ങയെ കാത്തിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. കാരണം തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകില്ല. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നുവരെ കാണാത്തത്, നിങ്ങളുടെ ദേശം കാണാത്തത് നിങ്ങൾ കാണാൻ പോവുകയാണ്, നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്, നിങ്ങൾ അറിയാൻ പോവുകയാണ്. കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് യഹോവയെയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തിരുവെഴുത്ത് പറയുന്നു, അവൻ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മറുപടിയിൽ ഒരു നീതി ഉണ്ടായിരിക്കും. ദാവീദ് പറയുന്നുണ്ട്, അവൻ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്ന ദൈവമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നുണ്ട്, അത് ഭയങ്കരമായിരിക്കും, അതിലൊരു നീതി ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ദാസനായ മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയണം, എൻ്റെ ജനത്തെ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് ആരാധിക്കാൻ വിട്ടയക്കാൻ കൽപ്പിക്കണം. ദൈവമായ യഹോവ പറയുന്നു എന്ന് പറയണം. യഹോവയെ അന്വേഷിക്കുന്നവർ ഇന്ന് പകൽക്കാലം അവൻ്റെ ബലത്തെ അന്വേഷിക്കണം. നമ്മുടെ ദൈവത്തിന് ശക്തിയുള്ളൊരു കരമുണ്ട്, വിടുവിക്കുന്ന ഒരു കരമുണ്ട്. നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ആ ബലമുള്ള ഭുജം ഒന്ന് വെളിപ്പെട്ട് വരാൻ വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. ഫറവോൻ്റെ അടുക്കൽ ചെന്ന് മോശ ഇത് പറയുമ്പോൾ ഫറവോൻ മോശയോട് പറഞ്ഞു, ഞാൻ അവരെ വിട്ടയക്കേണ്ടതിന് യഹോവ ആരാണ്? യഹോവയെ എനിക്കറിയില്ല, ഞാൻ അവരെ വിട്ടയക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, മോശ അങ്ങനെ പറഞ്ഞ നിമിത്തം ഫറവോൻ അവരെ കഠിനമായുള്ള അടിമവേലയാൽ ഭാരപ്പെടുത്താൻ തുടങ്ങി. ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു വേലയിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്. ഫറവോൻ അവരോട് പറഞ്ഞു, ഇന്നു മുതൽ ഇഷ്ടിക ഉണ്ടാക്കുവാനുള്ള വൈക്കോൽ ഞാൻ തരുന്നില്ല, നിങ്ങൾ വൈക്കോൽ കണ്ടെത്തണം, ഇഷ്ടിക ഉണ്ടാക്കണം. ഇന്നലെ വരെ നിങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കിയ കണക്ക് ഒന്നുപോലും കുറയാതെ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കണം. അതവർക്ക് അതിഭാരമായിരുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടിക ഉണ്ടാക്കാൻ ഫറവോൻ പറഞ്ഞ കണക്ക് പ്രകാരം കഴിയാഞ്ഞതുകൊണ്ട് അവരുടെ പ്രമാണിമാരെ ഊഴിയ വിചാരകന്മാർ അടിക്കാൻ തുടങ്ങി. കൂട്ട നിലവിളി ഉണ്ടായി. ഫറവോൻ്റെ മുമ്പിൽ ചെന്നവർ നിലവിളിച്ചു. ഫറവോൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ പോകണം അല്ലേ? നിങ്ങൾ മടിയന്മാരാണ്, ഞാൻ നിങ്ങൾക്ക് വൈക്കോല് തരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇഷ്ടികയുടെ കണക്ക് കുറയ്ക്കാൻ പാടില്ല. ഫറവോൻ എന്തു പറഞ്ഞോ അത് അതിൽ തന്നെ ഉറച്ചു നിന്നു. അവിടെ നിലവിളി ഉയരുകയാണ്. അവർ കൊട്ടാരത്തിൽ നിന്നിറങ്ങുമ്പോൾ മോശയും അഹരോനും എതിർപ്പെട്ടു വന്നു. അവർ മോശയോട് അഹരോനും പറഞ്ഞു, നിങ്ങൾ ചെയ്തത് എന്താണ്? ഫറവോൻ്റെ ഈ ഭൃത്യന്മാരുടെ മുമ്പാകെ ഞങ്ങളെ നാറ്റിച്ചു, ഇപ്പോൾ ഞങ്ങളുടെ മേൽ വാള് വന്നിരിക്കുക, ദൈവം ഈ വിഷയത്തിൽ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞ് മോശയെയും അഹരോനെയും അവർ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ചെയ്തത് എന്താണ്? നീ പറഞ്ഞതുപോലെയല്ലേ ഞാൻ പറഞ്ഞത്? നിന്റെ വചനമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ തന്നെ മോശ പറയുകയാ, നിന്റെ നാമം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫറവോൻ അവരെ കഠിനമായി ദ്രോഹിക്കാൻ തുടങ്ങി.
നിന്റെ നാമമാണ് നീ പറയാൻ പറഞ്ഞത്. ആ നാമം ഞാൻ പറഞ്ഞ നിമിഷം മുതലാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. നീ എന്തുകൊണ്ട് അവരെ വിടുവിച്ചില്ല? ഇങ്ങനെയൊക്കെ മോശ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഫറവോൻ എൻ്റെ ശക്തിയുള്ള കൈ കാണാൻ പോവുകയാണ്. എൻ്റെ ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനവരെ വിട്ടയക്കും, അവനവരെ അവിടുന്ന് ഓടിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ദൈവം മോശയോട് പുതിയ ആലോചനകൾ പറഞ്ഞില്ല. നീ അവരോട് പറയേണ്ടത് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു വിട്ട അതേ ദൂത് തന്നെ നീ കൊട്ടാരത്തിൽ ചെന്ന് പറയണം. എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കാം. പ്രിയപ്പെട്ടവരെ, മോശ പറഞ്ഞത് അതേ വചനമാണ്. ദൈവം നിങ്ങൾക്ക് തന്ന വചനത്തിൻ്റെ അകത്ത് ശക്തിയുള്ള കൈ മറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണോ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ആ വചനത്തെ വിശ്വസിക്കണം. നിങ്ങൾ ആ വചനത്തെ പ്രഖ്യാപിക്കണം. ആ വചനത്തിൻ്റെ ശക്തി കാണുവാൻ നിങ്ങൾ പോരാടണം. മോശെ ആ വചനം അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഫറവോൻ കണ്ടത്, മിസ്രയീം ദേശം കണ്ടത് ആ വചനത്തിൻ്റെ അകത്തു നിന്നും പുറത്തു വന്ന ശക്തിയുള്ള കൈയാണ്, ബലമുള്ള ഭുജം. മിസ്രയീം ദേശം നടുങ്ങിപ്പോയി കേട്ടോ. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളാലും ആ വചനത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി. വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് തന്ന വചനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ബലമുണ്ട്, ശക്തിയുള്ള കൈയുണ്ട്. വചനത്തെ മുറുകെ പിടിച്ചാൽ, വചനത്തെ വിശ്വസിച്ചാൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ നിങ്ങൾ ശക്തിയുള്ള കൈ കാണാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.